പെരിങ്ങനം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS 27ാമത് വാർഷികം സംഘടിപ്പിച്ചു. E.T. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. രാവിലെ നമ്മുടെ പെരിങ്ങനം പഞ്ചായത്തിൽ ആരംഭിച്ച ഘോഷയാത്രയും മുടക്കി അതൊന്നും പേരായിട്ട് നടന്നുവെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചത്. സ്ത്രീകളുടെ മുന്നേറ്റത്തിൽ കേരളം ലോകത്തിൽ നൽകുന്ന ഏറ്റവും മികച്ച ഒരു അനുഭവമോ പ്രസ്ഥാനവുമാണ് നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനം. കുടുംബശ്രീ ആദ്യം ആരംഭിക്കുന്ന സമയത്ത് അന്നത്തെ മുഖ്യമന്ത്രി നമ്മുടെ പ്രിയപ്പെട്ട E.K. നാരായണൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പാനൂരി മുഹമ്മദ് ഊട്ടിയാണ്. അന്ന് കുടുംബശ്രീ രൂപീകരിക്കുന്ന സമയത്തും പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ ഇന്നും വളരെ കൃത്യമായി ഓർക്കുകയാണ്. അതിന്റെ കാരണമുണ്ട്. ഞങ്ങൾ കുടുംബശ്രീ ആദ്യമായി ഇത്തരം ഒരു പരിപാടി ആരംഭിക്കുമ്പോൾ അതിനുവേണ്ടി സംസ്ഥാന തലത്തിൽ ചില ആളുകളെ തെരഞ്ഞെടുത്തിരുന്നു. നമ്മുടെ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സൺ എന്ന് പറയുന്ന KRP ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കുറച്ച് ആളുകൾ തെരഞ്ഞെടുത്തിരുന്നു. ഇതിലൊരു അംഗമായിരുന്നു ഞാൻ. അങ്ങനെ തിരുവനന്തപുരത്തിന്റെ പരിശീലനത്തിന് പോയപ്പോൾ ഒന്ന് പറഞ്ഞു കേട്ടൊരു കാര്യം, മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്തൊരു പ്രത്യേകത കേരളത്തിലുണ്ട്. എന്താ? കേരളത്തിലാണ് സ്ത്രീകളുടെ ജനസംഖ്യ കൂടുതലുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. സ്വന്തം വരുമാനം നേടിയില്ല എന്നുള്ളത് നമുക്ക് അറിയാം. അതിനങ്ങനെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമ്മളിപ്പോൾ 10 വർഷമായി നമ്മളൊന്ന് ചെയ്യാൻ മുന്നോട്ട് വന്നാൽ മതി. അതിനെ സഹായിക്കാൻ സർക്കാരും പഞ്ചായത്തും കുടുംബശ്രീ മിഷനും എല്ലാവരും നമ്മളോടൊപ്പം വിവിധ ഞാനീ വൈദ്യുതിയൊന്നും പറയുന്നില്ല. നമ്മുടെ MLA ഫിഷറി സ്കൂളിലെ പരിപാടി കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്നതായി നമ്മളിവിടെ ആളില്ലാത്തതിൻ്റെ പേരിലാണ് കഴിയൂടുള്ള ഒരു പരിപാടിയിലേക്ക് പോയത്. എൻ്റെ 2008-10 കാലയളവിലാണ് ഞാൻ ചെയർപേഴ്സണായിട്ടുണ്ടായിരുന്നത്. ആ സമയത്താണ് നമ്മളുടെ ബാലസഭ ആശ്രയ പദ്ധതി, ഓണച്ചന്ത, വിവിധ പദ്ധതികളൊക്കെ ആരംഭിച്ചു തുടങ്ങിയത് അല്ലേ. ആ സമയത്തും നമ്മളെ സംബന്ധിച്ച് പെരിങ്ങനം പഞ്ചായത്ത് എല്ലാ കാര്യത്തിലും പെരിങ്ങനം കുടുംബശ്രീ അന്നും എല്ലാ കാര്യത്തിലും മുൻപന്തിയിലായിരുന്നു. മെമ്പർ സെക്രട്ടറി K. മിനി റിപ്പോർട്ട് അവതരിപ്പിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ മുഖ്യാതിഥിയായി. കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളും ഇപ്പോൾ 2016 ശേഷം കേരളത്തിൽ ഗവൺമെന്റ് അധികാരം നേടിയതിനു ശേഷം രൂപീകരിച്ച 3 ലക്ഷത്തോളം വരുന്ന യുവതികളുടെ ഓക്സിലറി ഗ്രൂപ്പുകൾ അടക്കമുള്ള വലിയ ഒരു സംവിധാനമാണ് കേരളത്തിലുള്ളത്. നേരത്തെ നമ്മളോട് അധ്യക്ഷ പ്രസംഗത്തിൽ ശ്രീമതി വിനിത സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ കുടുംബശ്രീ രൂപീകരിച്ച 27 വർഷം പിന്നിടുന്ന സമയത്ത് പെരിങ്ങനം ഗ്രാമപഞ്ചായത്തിലെ 2ാമത്തെ CDS ചെയർപേഴ്സണാണ് ഇന്ന് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷയായിരിക്കുന്ന തോന്നിക്കേണ്ടതാണ്. സ്ത്രീ ശാക്തീകരണം മുൻനിർത്തിക്കൊണ്ട് കേരളത്തിലെ ഒട്ടേറെ പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൻ്റെ അടുക്കളയിൽ പിന്നാമ്പുഴയിലുള്ള സ്ത്രീ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിപ്പെടാനായിട്ട് കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ കൂടി ഒട്ടേറെ നമുക്ക് മുൻപ് മൺമറഞ്ഞ സ്ത്രീകളുടെ പ്രക്ഷോഭത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു കാളിലും പൊതുവേദികളിൽ ഇരിക്കാൻ കഴിയുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരുന്നെന്ന് പറയാം. ജില്ലാ മിഷൻ കോർഡിനേറ്റർ U. സലീം, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MK അബ്ദുൽ നാസർ, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ബാബു, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ER ഷീല, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയ തങ്ങൾ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹേമലത രാജ്കുട്ടൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KA കരീം, RK ബേബി, CDS ചെയർപേഴ്സൺ സരിത കണ്ണൻ, വൈസ് ചെയർപേഴ്സൺ നാദിയ ജാസിം, പെരിങ്ങനം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KS ദിലീപ് കുമാർ, പഞ്ചായത്ത് സെക്രട്ടറി K. ശ്രീകുമാർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ NR ഹർഷകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു.
മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. You're watching True Line News.